Hi folks, Forex Masterclass. സോ ഇതൊരു ട്രേഡിംഗ് അനാലിസിസ് വീഡിയോ അല്ല, ഇതൊരു എങ്ങനെ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാന്നുള്ളൊരു വീഡിയോ ആണ്. ഇത് നിങ്ങളിപ്പം ഈ ഒരു മാസ്റ്റർ ക്ലാസ് കണ്ടു തുടങ്ങി നിങ്ങൾക്ക് ഇപ്പോൾ പല പാറ്റേൺസും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇപ്പം പല കാര്യങ്ങളും ചാർട്ട്സിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. അവർ ടൈമിങ്സ് ശരിയാക്കിയപ്പോൾ അവർക്ക് ഇപ്പോൾ എൻട്രീസും സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതും കുറയുന്നു, അതേപോലെ അവരുടെ പ്രിസിഷൻസ് ഇതാവുന്നു, അവരുടെ ഡെയിലി ബയസ് കുറച്ചുകൂടെ സെറ്റ് ആവുന്നു, അവരുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലായി തുടങ്ങി. സോ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ തന്നെ ട്രേഡ്സിലും നമ്മള് മനുഷ്യന്മാർ ഭയങ്കര ഇംപേഷ്യന്റ് ആണല്ലോ. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം, നമുക്ക് ബൈ ചെയ്യണം, സെല് ചെയ്യണം, നമ്മൾ ട്രേഡ് ചെയ്യണം, നമുക്ക് കാശ് ഉണ്ടാക്കണം. സോ ഇപ്പൊ തന്നെ നിങ്ങൾ ഒരുപാട് പേര് മാർക്കറ്റ്സിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ആയിരിക്കാം. സോ എനിക്കപ്പോ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡെയിലി ബയാസ് എന്നുള്ളൊരു കാര്യം സെറ്റ് ആക്കുക. നിങ്ങളുടെ വീക്ക്ലി ബയാസ് ഒന്ന് മാസ്റ്റർ ചെയ്യുക. കാരണം നിങ്ങൾക്കിപ്പം മൺഡേ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ട്യൂസ്ഡേ ബുള്ളിഷ് ആണോ ബെറിഷ് ആണോ, നമ്മൾ വെനസ്ഡേ ആണോ ഹൈ ഓർ ലോ ഓഫ് ദ വീക്ക് ഫോം ചെയ്യുന്നത്, ആ ഒരു വീക്ക്ലി ബയാസ്, ആ ഒരു വീക്ക്ലി ബയാസ് നമ്മൾ ഡൈസെക്ട് ചെയ്ത് നമ്മൾ ഇപ്പം എന്താ പറയാ നമ്മുടെ ഡെയിലിയിലേക്ക് വരുമ്പോഴത്തേക്കും മൺഡേ ഓക്കെ ഫൈൻ, നമ്മൾ മൺഡേ കൺസോൾട്ടേഷൻ ആണ് അല്ലെങ്കിൽ മൺഡേ ബുള്ളിഷ് ആണ്. അപ്പം മൺഡേ ബുള്ളിഷ് ആണെങ്കിൽ നമ്മുടെ മൺഡേ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യാൻ പോകുന്നത്, മൺഡേ ഏഷ്യൻ സെഷൻ കൺസോൾട്ടേറ്റ് ചെയ്യും, ലണ്ടൻ മാനിപ്പുലേറ്റ് ചെയ്യും, ലണ്ടൻ അവസാനം നമുക്ക് റിവേഴ്സൽ കിട്ടും, ന്യൂയോർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു ബുള്ളിഷ് മൺഡേ എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് ബുള്ളിഷ് മൺഡേസ് വർക്ക് ആവുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ മൺഡേസ് എങ്ങനെയാണ്, നമ്മുടെ വീക്ക്ലി ബയാസ്, നമുക്ക് വീക്ക്ലി ഫോർകാസ്റ്റ് നോക്കാം. വീക്ക്ലി ഫോർകാസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ നോക്കുന്നത്? നമുക്കിപ്പം നമ്മുടെ പ്രൈസ് ഇപ്പം ഇവിടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് നിങ്ങളുടെ ഇപ്പൊ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള എവിടെയാണ്, ഇവിടെ ആണോ, നമുക്കൊരു ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഉണ്ട്. ഓക്കെ ഫൈൻ, നമുക്ക് ഇവിടെ ഒരു ഈക്വൽ ലോസ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ഫോർകാസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്രൈസ് അപ്പം ആദ്യം എങ്ങോട്ടാണ് ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ വീക്ക് അപ്പം എൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിലോട്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വീക്ക്ലി ബയാസ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഇത് നമ്മളൊരു റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്ത് താഴോട്ട് പോകുവാണ്. റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് എങ്ങനെയാണ്, ഇവിടെ നമുക്കൊരു ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഒരു ബയാസ് സെറ്റ് ആക്കാം. ഒരു വീക്ക്ലി ബയാസ്, ഒരു ക്വാർട്ടർലി ബയാസ്, ഒരു മന്ത്ലി ബയാസ്, ഒരു ഡെയിലി ബയാസ്, ഒരു സെഷൻ ബയാസ്. നിങ്ങൾ ഈ ഒരു ബയാസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണേലും നിങ്ങളുടെ ട്രേഡ്സും കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഒരു ബയാസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യം തീരെ ഇല്ല. നിങ്ങളുടെ ബയാസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബൈ അല്ലെങ്കിൽ സെൽ, നിങ്ങളുടെ ട്രേഡ് TP അടിച്ചു, സ്റ്റോപ്പ് ലോസ് അടിച്ചു, അടുത്ത ദിവസത്തേക്ക് അടുത്ത ഇതിൽ പോകുന്നു. ഇവിടെ എനിക്ക് സൈക്കോളജിയുടെ ടേംസിൽ പറയാനുള്ളത്, സൈക്കോളജി ഒരു ഭയങ്കര വലിയ സ്കാം ആണ്. നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു വിൻ അല്ലെങ്കിൽ ഒരു ലോസ്, വാക്ക് അവേ. അല്ലാതെ നിങ്ങൾ റിവെഞ്ച് ട്രേഡിനോ കാര്യത്തിനോ ലൈക്ക് നിങ്ങളുടെ അക്കൗണ്ട് പോകും, നിങ്ങളുടെ കാശ് പോകും, അത് നോർമൽ കോമൺ സെൻസ് ആണ്. അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സ് ലൈക്ക് ഒരു 0.00927% ഈ വേൾഡിലെ പോപ്പുലേഷനിൽ ഒരു കൂട്ടമാണ് നിങ്ങൾ. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ചുമ്മാ ഞാൻ റിവെഞ്ച് ട്രേഡ് ചെയ്യരുത്, നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് കളയണ്ടെങ്കിൽ, നിങ്ങളുടെ അക്കൗണ്ട്സ് ബ്ലോ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഡെയിലി ബയസ് ബിൽഡ് ചെയ്യുക. സോ ഒരു ഡെയിലി ബയസ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്കൊരു വീക്ക്ലി ബയസിന്റെ ബേസിലാണ്. സോ ഒരു വീക്ക് ബുള്ളിഷ് ആണോ, നമുക്ക് റിവേഴ്സൽ എവിടെയാണ്, നമ്മുടെ ഹൈ അല്ലെങ്കിൽ ലോ ഓഫ് ദ വീക്ക് എവിടെ ഫോം ചെയ്യുന്നത്, അതിന്റെ ബേസിൽ നമുക്ക് നമ്മുടെ ഡേയ്സ് ഫോം ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഇപ്പൊ ഇതാണ് നമ്മുടെ വീക്ക്ലി ബയാസ് എങ്കിൽ നമ്മുടെ ഇവിടെ നിന്നിട്ട് മാർക്കറ്റ് റേഞ്ചിന്റെ 50%ലേക്ക് റിട്രേസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ വീക്ക്ലി ബയാസിൽ നമുക്ക് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, മൺഡേ ബെയറിഷ് ആണ്. ഓക്കെ ഫൈൻ, അപ്പൊ ആ മൺഡേ ബെയറിഷ് ആയിട്ടുള്ളത് നമുക്ക് എങ്ങനെ നമ്മുടെ എൻട്രീസ് പൊസിഷൻ ചെയ്യാം, നമ്മുടെ എൻട്രീസും നമ്മുടെ എക്സിറ്റുകളും എങ്ങനെ പൊസിഷൻ ചെയ്യാം. ബിഗിനേഴ്സിന് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും 1:2 റിസ്ക് റിവാർഡിൽ ട്രേഡ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റോപ്പ് എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ ആക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ബ്രേക്ക് ഈവൻ ആക്കാൻ പറ്റുന്നത്? ഒരു 15 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈസ് അല്ലെങ്കിൽ ലോസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ബ്രേക്ക് ഈവൻ ആക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളിപ്പോ മൺഡേ ഇങ്ങനെ ഒരു ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതേസമയം നിങ്ങളുടെ ട്യൂസ്ഡേ നിങ്ങളൊരു നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ള ഒരു റിവേഴ്സൽ ആണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്തത്. സോ ട്യൂസ്ഡേ നിങ്ങളുടെ ട്രേഡ് ഇങ്ങനെയാണ്, അതും ഒരു 1:2 വളരെ
ബ്യൂട്ടിഫുൾ ട്രേഡ് ആണ്. അത് കഴിഞ്ഞ് വെനസ്ഡേ നമുക്കൊരു കണ്ടിന്യൂവേഷൻ ട്രേഡ് ആണ്. നമ്മൾ വെനസ്ഡേയും അങ്ങനത്തെ ഒരു ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതേപോലെ തേഴ്സ്ഡേ അതേ കണക്കത്തെ ഒരു ട്രേഡ് നമുക്ക് തേഴ്സ്ഡേ കഴിഞ്ഞ് നമുക്ക് ഫ്രൈഡേ നിങ്ങൾക്ക് ഒരു റിവേഴ്സൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഫ്രൈഡേ അപ്പം സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വെക്കുക. ഒരു കുഴപ്പമില്ല, ഫ്രൈഡേ സ്റ്റോപ്പ് ലോസ് അടിച്ചു. നിങ്ങളുടെ വീക്കിന്റെ ഓവറോൾ ആർ റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു 2R കിട്ടി. 2, 4, 6, 8, 8 R നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് 8 R ലോസ് വന്നത് ഒരു 1 R ആണ്. നിങ്ങൾക്ക് അപ്പൊ ടോട്ടൽ വീക്ക്ലി R എന്ന് പറയുന്നത് നിങ്ങളുടെ 7 R ആണ്. നിങ്ങളിപ്പോ 1% റിസ്ക് ചെയ്യുന്നെങ്കിൽ അത് 7% ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു എന്താ പറയാ, നമുക്ക് അക്കൗണ്ട് സൈസസിന്റെ ബേസിൽ നോക്കാം. നമുക്ക് അക്കൗണ്ട് സൈസസിന്റെ ബേസിൽ നോക്കാം, ഒരു മിനിറ്റ്. സോ 10K ഒരു അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 7% കിട്ടിയ അത് 700 ആണ്. 25K ഒരു അക്കൗണ്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 1750, 50K, 100K. സോ ഇതൊക്കെയാണ് നമ്മുടെ ട്രേഡിങ്ങിന്റെ ഓവറോൾ പെർസെന്റേജ്. നിങ്ങൾ ഒരു റിവെഞ്ച് ട്രേഡ് ചെയ്തില്ല, നിങ്ങൾക്ക് ഇപ്പൊ ഈ വീക്കിൽ ഒരു 2 or 3 ലോസ് വന്നാലും ഒരു കുഴപ്പമില്ല. 1:2 നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. സോ നിങ്ങളുടെ സ്കെയിലിംഗ് എയിം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാര്യമായിരിക്കണം. നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ടാർഗറ്റ് എത്തിരിക്കണം. നമുക്കിപ്പോ ഒരു $1 million ഒരു അക്കൗണ്ടിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു $8,000 അറൌണ്ട് ആണ്. $8,000-9,000 ആണ്. നിങ്ങൾക്കൊരു $1 million എന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് റീച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് സ്കെയിൽ ചെയ്ത് ആ ഒരു ലെവലിൽ കയറാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു 7% എന്ന് പറയുന്നത് ഒരു 70K ആണ്. നിങ്ങളുടെ ഒരു US ഡോക്ടറിന്റെ ഇയർലി സാലറീസ് അറൌണ്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ ഇത്. സോ ഇത്രയും സിമ്പിൾ ആണ് നിങ്ങളുടെ സൈക്കോളജി എന്നല്ല പറയുന്നത്, നിങ്ങളുടെ ഒരു ട്രേഡിംഗ് അപ്രോച്ച്. നിങ്ങളപ്പം വെറുതെ എന്താ പറയാ, ഒരു ലോസ് അപ്പം നിങ്ങളുടെ ലണ്ടൻ സെഷനിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ നിങ്ങളുടെ മൺഡേ നിങ്ങൾക്ക് ഒരു ലണ്ടൻ സെഷനിൽ ഒരു ലോസ് വന്നാൽ ബാക്കി ടൈം നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെമോ അക്കൗണ്ട്സ് ട്രേഡ് ചെയ്യുക. നിങ്ങളല്ലാണ്ട് നിങ്ങളുടെ ലൈഫ് ക്യാപിറ്റലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ടഡ് ക്യാപിറ്റൽസ് ചുമ്മാ കൊണ്ട് കളയാതിരിക്കുക. വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് സൈക്കോളജിയോ റോക്കറ്റ് സയൻസോ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ഹെഡ്ജ് ഫണ്ടോ നിങ്ങളൊരു ഭയങ്കര എന്താ പറയാ ഒരു വലിയ അസറ്റ് മാനേജറോ അല്ല. നിങ്ങൾ വളരെ ഒരു ചെറിയ ക്യാപിറ്റലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഭയങ്കര സൈക്കോളജിയുടെ കാര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. സോ എന്താ പറയാ, ഇമോഷൻലെസ് ആയിട്ട് നമ്മൾ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർക്ക് ഇമോഷൻസ് വരാറുണ്ട്. നിങ്ങൾക്ക് ഇമോഷൻലെസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട രണ്ട് കാര്യം ഇമോഷൻ അല്ല, ലിക്വിഡിറ്റി, ഇംബാലൻസസ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് കാര്യം ലിക്വിഡിറ്റി ഇംബാലൻസസും ആണ്. അതേപോലെ നിങ്ങളുടെ എൻട്രീസും പ്ലാൻ ചെയ്യുക. നിങ്ങൾ ആദ്യം വീക്ക്ലി ബയേഴ്സ് സെറ്റ് ചെയ്യുക, വീക്ക്ലി ബയേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് മാസ്റ്റർ ചെയ്യുക. അതേ കണക്ക് നിങ്ങളുടെ ഡെയിലി ബയേഴ്സ് മാസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഡെയിലി ബയേഴ്സും വീക്ക്ലി ബയേഴ്സും മാസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾക്കുള്ള അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻട്രീസ് പെർഫെക്റ്റ് ആക്കുക. നിങ്ങളുടെ എൻട്രീസ് എങ്ങനെയാണ്, നിങ്ങളുടെ എൻട്രീസ് ഒരു സ്മാർട്ട് മണി റിവേഴ്സൽസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഓർഡർ എൻട്രീസ് അല്ലെങ്കിൽ തേർഡ് ഓർഡർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ മാനിപ്പുലേഷൻ സെക്കൻഡ് ഓർഡർ അക്യുമുലേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എൻട്രീസ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ആ ഒരു എൻട്രീസ് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി വളരെ സ്മൂത്ത് ആണ്. നിങ്ങൾക്ക് എന്താ പറയാ ഒരു വിൻ അല്ലെങ്കിൽ ഒരു ലോസ്, ബാക്കി സമയം നിങ്ങൾ മാർക്കറ്റ് റീഡ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതിനകത്ത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും പറയാനില്ല. ഇതാണ് നിങ്ങൾ ഓവറോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ പോകുന്ന വൺ ആൻഡ് ഓൺലി സൈക്കോളജി എന്ന് പറയുന്ന ഒരു നിങ്ങളുടെ നോൺ ട്രേഡിംഗ് വീഡിയോ ഇതായിരിക്കും. സോ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക, റീഡ് ചെയ്യുക, നിങ്ങൾക്ക് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക, ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ട്രേഡ് സേഫ്, ബി സേഫ്, ബൈ ഫോക്സ്.